എല്ലാവർക്കും ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് മിൽക്ക് വേഴ്സസ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് എക്സ്പെരിമെന്റ് ആണ്. ഇത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. അപ്പോൾ അതിന്റെ കുറച്ച് സയന്റിഫിക് റീസൺസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ പോകുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പെരിമെന്റിനായിട്ട് പാൽ ഉപയോഗിക്കുന്നുണ്ട്. അതൊരു ഭക്ഷ്യവസ്തുവാണ്. അത് നമ്മൾ പാഴാക്കിയെന്ന് വിചാരിക്കേണ്ട. നമ്മളതൊരു എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മുടെ മിൽക്ക് എടുത്തിരിക്കുന്നത്. മച്ചന്മാരെ, അപ്പോൾ നമ്മുടെ പാലും പൊട്ടാസ്യം പെർമാംഗനേറ്റും തമ്മിലുള്ള എക്സ്പെരിമെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് തന്നെയാണ്. ഇതിപ്പോൾ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഒരു 25 രൂപ ഒരു പാക്കറ്റിന് വില വന്നിട്ടുള്ളൂ. അതിൻ്റെ ഒരു 3-4 പാക്കറ്റ് നമ്മളിത് ഇവിടെ പൊട്ടിച്ചിട്ടുണ്ട്. ഇത്രത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളിത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നല്ല അടിപൊളി ശുദ്ധമായിട്ടുള്ള പശുവിൻ്റെ പാലാണ്. അപ്പോൾ നമ്മളിത് ഡയറി പോയി വാങ്ങിയതാണ്. അതൊരു ക്ലാസ്സിലേക്ക് ഒരു 3/4 ഭാഗത്തിലും കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് നമ്മുടെ എക്സ്പെരിമെന്റിന് വേണ്ടത്. ഈ ഒരു മിൽക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റ് എക്സ്പെരിമെന്റ് ഇതിന് മുമ്പും മലയാളത്തിൽ ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ ഭൂരിഭാഗം വീഡിയോസിലും കൃത്യമായിട്ടുള്ളൊരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ വന്നിട്ടില്ല. അപ്പോൾ അതുകൂടി ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ റീക്രിയേറ്റ് ചെയ്യുന്നത്. മച്ചന്മാരെ, അപ്പോൾ നമ്മുടെ എക്സ്പെരിമെന്റിനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്. 4 ക്യാമറകൾ റെക്കോർഡിംഗ് ആണ്. നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇത് നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഇതിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കണമെന്ന് കാണാം. അപ്പോൾ ദേ റെഡി 1 2 3 സ്റ്റാർട്ട്. നമ്മൾ ഓരോ എണ്ണം ഇട്ട് കണ്ട കളർ മാറി വേണമെങ്കിൽ കുറച്ചുകൂടി ഇട്ടേക്കാം കേട്ടോ. ഇരിക്കട്ടെ ഒരു പവറിന്. ഇത് വേണമെങ്കിൽ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇത്രയാണ് മതിയാവും ഇളക്കിയത്. ഇനി നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം എന്താ സംഭവിക്കാന്ന് അറിയാനായിട്ട്. ഇപ്പോൾ ഒന്നും നടന്നിട്ടില്ല ഇത്ര നേരമായിട്ട് കേട്ടോ. ജസ്റ്റ് നമുക്ക് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. പേഷ്യൻസി വേണമല്ലോ, കാത്തിരിപ്പിന് ഗുണം ഉണ്ടാവും നോക്കാം നമുക്ക്. ഓക്കെ, ഇപ്പോൾ ഒരു റിസൾട്ടും കിട്ടിയിട്ടില്ല നമുക്ക്. ജസ്റ്റ് ഒന്നുകൂടി വെയിറ്റ് ചെയ്ത് കൊടുക്കാം. ചിലപ്പോൾ ആ ഒരു റിയാക്ഷൻസൊക്കെ നടക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കുമായിരിക്കും കേട്ടോ. അതുകൊണ്ടായിരിക്കും വെയിറ്റ് ചെയ്യാം. ദേ ബബിൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന്. നല്ല രീതിക്ക് ബബിൾസ് ചാടുന്നുണ്ട്. ഇനി എന്താ ഉണ്ടാവുന്നത് നോക്കാം. ഇപ്പോൾ ബബിൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ടൈം എടുത്തിട്ടാണ് ബബിൾസ് വന്നേട്ടാ. ഓക്കെ, അതിന് ആവി പോലെ എന്തൊക്കെയോ വരുന്നുണ്ട്. ഇത് കൂടുതലായിട്ട് വലിയ റിയാക്ഷൻസ് ഒന്നും ഇപ്പോൾ കാണുന്നില്ല. ബബിൾസിൻ്റെ വരുന്ന അളവ് കുറച്ച് കൂടിയും കുറഞ്ഞ് നിൽക്കുന്നുണ്ട്. അതെ, നമ്മുടെ പാല് ഇപ്പോൾ ചാടി പുറത്തേക്ക് വന്നു കേട്ടോ. പാലിൻ്റെ കളറൊക്കെ പോയി. വൈറ്റ് കളറായിരുന്ന പാല് ഇപ്പോൾ നല്ല അടിപൊളി ബ്ലാക്ക് ആയിട്ടുണ്ട്. സംഭവം ഇപ്പോൾ നമ്മൾ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചൂടായിരിക്കും കേട്ടോ. നമ്മൾ കാണുന്ന പോലെയല്ല, നല്ല ചൂടായിരിക്കും. കണ്ടോ, ഇതിന് ആവി പറക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ ചൂടിൻ്റെ നമ്മളിപ്പോൾ ക്ലാസ്സുമ്പോൾ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ പൊള്ളും. അപ്പോൾ നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ നേരെ പോയിട്ട് ക്ലാസ്സുമ്പോൾ കയറി പിടിക്കരുത്. ക്ലാസ് നല്ല ചൂടായിരിക്കും. ഇപ്പോഴെന്തേ ആ ഒരു ഇതിൽ ബബിൾസ് വരുന്നുണ്ട്. അവിടെ നിന്ന് താന്നു വിട്ട് ബബിൾസ് കയറി വരുന്നുണ്ട്. നമ്മുടെ വെള്ളം പോയിരുന്ന പാലത് ഇതുപോലെ കറുപ്പ് ഒരു പൊടി പോലത്തെ ഒരു സംഭവം ആവാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. അതിനെ ന്യൂട്രലൈസേഷൻ എന്നാണ് പറയുന്നത്. നമ്മുടെ ഈ ഒരു ന്യൂട്രലൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആസിഡും ഒരു ബേസും കൂടി ചേർന്നിട്ട് വാട്ടറും സാൾട്ടുമായിട്ട് മാറുന്നതിനാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. സാൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉപ്പല്ല കേട്ടോ, ഈ ഒരു സാൾട്ടാണ്. ഈ ഒരു എക്സ്പെരിമെന്റിന് നമ്മളെടുത്ത പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുന്നത് ഒരു ബേസ് ആണ്. ആ ഒരു ബേസും നമ്മുടെ പാലിലത്തെ ലാക്റ്റിക് ആസിഡും കൂടി ചേർന്ന് പൊട്ടാസ്യം ലാക്റ്റിക്കും വാട്ടറുമായിട്ട് മാറുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത്. അല്ലാതെ ഇവിടെ വേറെ ഡേഞ്ചറസ് ആയിട്ടുള്ള റിയാക്ഷൻസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും നടക്കുന്നില്ല. അടുത്തായിട്ട് നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത് ഡെറ്റോൾ വേഴ്സസ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് 2 ഡെറ്റോൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു ക്ലാസ്സിൽ എന്തോരം ഉണ്ടാവും എനിക്ക് അറിയില്ല കേട്ടോ. അത് ഓക്കെ, ഒരു പകുതിയോളം അതിൻ്റെ കേട്ടോ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരെണ്ണം മതി എന്ന് തോന്നുന്നു അല്ലേ? മതി, ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇവനെ മാറ്റി വയ്ക്കാം. നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ നേരെ നമ്മുടെ ഡെറ്റോളിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് നേരത്തെ എടുത്ത പോലെ തന്നെ നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുക്കുക. കുറച്ചുകൂടി ഇരിക്കട്ടെ. ഇത് ഇട്ടപ്പോൾ തന്നെ പണി തുടങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ. തള വന്നു തുടങ്ങുന്നുണ്ട് ഇട്ടപ്പോൾ തന്നെ. ഇത് പെട്ടെന്നായിരുന്നു കേട്ടോ റിയാക്ഷൻ. നമ്മൾ മിൽക്കിൻ്റെ പോലെ ഇത് കാത്തിരിക്കേണ്ടി വന്നില്ല. പുള്ളി ഇച്ചിരി വയലൻ്റ് ആണെന്ന് തോന്നുന്നു. പെട്ടെന്നായിരുന്നു റിയാക്ഷൻസ് ഒക്കെ നടന്നത്. കണ്ടോ, അടിപൊളി. ഡെറ്റോളിൽ വന്നപ്പോൾ നമ്മുടെ ആ ഒരു പിരിപിരി സാധനങ്ങൾ കുറവാണ്. പക്ഷേ ഇത്തിരിയും കൂടി വയലൻ്റ് ആണ് പുള്ളിക്കാരൻ. കണ്ടോ, അങ്ങനെ ചാടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഡെറ്റോളിൻ്റെ മണം തന്നെ കേട്ടോ വരുന്നത് ഇവിടെ. പക്ഷെ അതിനേക്കാളും കൂടുതലൂടി ചൂട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അവിടേക്ക് ആ ഒരു ഹീറ്റിൻ്റെ പുക അടിക്കുന്നത്, നമ്മുടെ ആവി അടിക്കുന്നത് ശരിക്കും നമുക്ക് അറിയാൻ പറ്റും. ഇത് കണ്ട, നേരത്തെ പോലെ അല്ല, ഇപ്പോൾ വരുന്നതിൽ വ്യത്യാസമുണ്ട് കുറച്ച്. ചൂടുണ്ട് നല്ല രീതിക്ക്. ഇതിൻ്റെ ഉള്ളിൽ നോക്കി തിളയ്ക്കുന്നത് കാണാൻ പറ്റും നമുക്ക്.
ചൂടുകൊണ്ട് തിളയ്ക്കുന്നതാണോ ഇനി റിയാക്ഷൻ നടക്കുന്നതാണെന്ന് അറിയില്ല. ഈ ഒരു റിയാക്ഷൻ്റെ ഫലമായിട്ട് ഒരുപാട് ചൂട് വരുന്നുണ്ട്, താപോർജ്ജം കുറേ പുറത്ത് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ കയ്യൊക്കെ കൊണ്ടുവരുമ്പോൾ അറിയാം നല്ല ചൂടാണ്, ഈ ഗ്ലാസ്സൊക്കെ ഇപ്പോൾ പഴുത്തിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മുടെ ഡെറ്റോളിൽ ഒഴിക്കുമ്പോൾ ഉള്ളത് കണ്ടില്ലേ, ഇതാണ് ഡെറ്റോളിൽ ഒഴിക്കുമ്പോഴുള്ള അവസ്ഥ. നമ്മുടെ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഡെറ്റോളിൽ ഇട്ടുണ്ടെങ്കിൽ ഇതുപോലെയാണ് അവസ്ഥ. മച്ചാമാരെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് എക്സ്പെരിമെന്റ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസിന് ലഭിക്കാനായിട്ട് M4Tech യൂട്യൂബ് ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മച്ചാമാരെ, ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.